ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് KSRTC സ്വിഫ്റ്റിന് കീഴിൽ വന്നിട്ടുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ്. KSRTC സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ എന്ന തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. അംഗീകൃത ബോർഡ് ഓർ സ്ഥാപനത്തിൽ നിന്നും മിനിമം 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഇതിനോടൊപ്പം തന്നെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 30ലധികം സീറ്റുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ 5 വർഷത്തിൽ കുറയാതെ ഡ്രൈവിങ്ങിലുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഈ ഒരു പോസ്റ്റിലേക്ക് 24 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഒരു കണ്ടക്ടറിന് ആവശ്യമായിട്ടുള്ള സാമാന്യ കണക്കുകളൊക്കെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അറിവുണ്ടായിരിക്കണം. ദെൻ മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതുവാനും വായിക്കുവാനും ഒക്കെ അറിവുണ്ടായിരിക്കണം. ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എഴുത്ത് പരീക്ഷയുടെയും ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകർ കരുതൽ നിക്ഷേപമായി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ KSRTC സ്വിഫ്റ്റിൻ്റെ പേരിലെടുത്ത 30,000 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, അതായത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റും സമർപ്പിക്കേണ്ടതുണ്ട്. 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 715 രൂപയാണ് വേതനം നിശ്ചയിച്ചിരിക്കുന്നത്. അധിക മണിക്കൂറിന് 130 രൂപ അധിക സമയ അലവൻസായി നൽകുന്നതായിരിക്കും. അധിക വരുമാനത്തിൽ സ്വിഫ്റ്റിൽ നിലവിലുള്ള ഇൻസെൻറ്റീവ് സംവിധാനം അനുസരിച്ചുള്ള ഇൻസെൻറ്റീവ് ബാറ്റയും ലഭ്യമാകുന്നതാണ്. ഇപ്രകാരം ജോലിക്ക് നിയോഗിക്കപ്പെടുന്നവർ മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് 1961 ഓർ 62 അനുസരിച്ചുള്ള ഡ്യൂട്ടി പാർട്ടിനനുസരിച്ച് ഡ്യൂട്ടി ചെയ്യുവാൻ ബാധ്യസ്ഥരായിരിക്കും. നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജൂൺ മാസം 10ാം തീയതിക്ക് മുന്നേ തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായും അപേക്ഷിക്കുക. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.